ഹായ് കൂട്ടുകാരെ, സേറാസ് ലിറ്റിൽ വേൾഡിൻ്റെ അതിമനോഹരമായൊരു യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്നും കർണാടകയിലെ ഹാൻഡ് പോസ്റ്റ് അല്ലെങ്കിൽ HD കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് 72 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം നമ്മുടെ ഡയറി ഫാമിലേക്ക് വേണ്ട സൈലേജ് എടുക്കാൻ വേണ്ടിയാണ്. പച്ചപ്പുല്ല് അല്ലെങ്കിൽ ധാന്യവിളകൾ ഈർപ്പം തട്ടാതെ വായു കടക്കാത്ത അറകളിലോ ചാക്കുകളിലോ ആക്കി സൂക്ഷിച്ചു വെച്ച് പിന്നീട് കന്നുകാലികൾക്ക് നൽകുന്ന തീറ്റ വസ്തുവിനെയാണ് സൈലേജ് എന്ന് പറയുന്നത്. പുൽപ്പള്ളിയിൽ നിന്നും ദാസനക്കരയ്ക്കുള്ള റൂട്ടാണ് ഇത്. ഇവിടെ നിന്നും വലത്തോട്ട് പോയാൽ വയനാട്ടിലെ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രമായ കുറുവ ദ്വീപിലേക്ക് എത്താം. അവിടെ നിന്നും ചേകാടി വഴിയാണ് കർണാടകയിലേക്ക് നമ്മൾ യാത്ര പോകുന്നത്. ഇത് വളരെ വ്യത്യസ്തമായൊരു യാത്രയാണ്. ഇപ്പോൾ സമയം രാവിലെ 7:30 ആയിട്ടുണ്ട്. ഡിസംബർ മാസത്തിൻ്റെ ആരംഭമായതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റാണ് അനുഭവപ്പെടുന്നത്. പ്രഭാതത്തിൽ വനത്തിലൂടെയുള്ള യാത്ര, കാണുന്നതെല്ലാം പച്ചപ്പ്. ഇടുങ്ങിയ ഈ വഴിയിൽ വൻ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര അതിമനോഹരം. കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഈ കാട്ടിലൂടെ യാത്ര പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചെറിയ നൊമ്പരം അനുഭവപ്പെട്ടു. കാരണം 1 വർഷമാകുന്നതേയുള്ളൂ പോൾ എന്ന ഫോറസ്റ്റ് വാച്ചർ കാട്ടാനയുടെ അക്രമത്തിൽ ബലിയായത് ഈ കാട്ടിൽ വെച്ചാണ്. കാനന ഭംഗിയുടെ വന്യരൂപമാണ് ആ അപകടത്തിലൂടെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞത്. എന്നിരുന്നാലും ഈ യാത്രയിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഈ യാത്രയിൽ എപ്പോഴാണ് കാട്ടുമൃഗങ്ങളെ കാണാൻ കഴിയുക എന്നത് മുൻകൂട്ടി പറയാൻ കഴിയില്ലല്ലോ. ഇവിടെ നിന്നും 600 മീറ്റർ ലെഫ്റ്റ് പോയാൽ കുറുവ ദ്വീപാണ് ആ ബൈക്ക് പോകുന്ന വഴി. നമ്മൾ പോകുന്നത് ചേകാടി ഭാഗത്തേക്കാണ്. യാത്രാമധ്യത്തിൽ കാടിൻ്റെ അവകാശികളായ ഈ കുരുന്നുകൾ പ്രഭാതത്തിൽ അക്ഷരലോകത്തേക്കുള്ള യാത്രയ്ക്കായി പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത് കാണാം. ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം എന്ന ആഗ്രഹത്തോടെ മുതിർന്നവരും അവരുടെ ജോലിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു. ഈ കാനനപാത അവസാനിച്ച് ചേകാടി എന്ന ഗ്രാമത്തിൻ്റെ ഹൃദയമിടിപ്പിലേക്ക് നമ്മൾ ചെന്നെത്തുകയാണ്. അവിടെ ആദ്യം തന്നെ കാണുന്നത് ഒരു സ്വകാര്യ റിസോർട്ടാണ്. ചേകാടിയെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ മുന്നോട്ട് പോവാൻ എനിക്ക് കഴിയില്ല. കാരണം വയനാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന മനോഹര ഗ്രാമമാണ് ചേകാടി. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഔഷധ ഗുണമുള്ള പലയിന നെൽവിത്തുകൾ ഇപ്പോഴും ഇവിടെ സൂക്ഷിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്നു.
മഞ്ഞിൻ കണികകൾ തഴുകിയതിനാൽ തല കുനിച്ചു നിൽക്കുന്ന നെൽക്കതിരുകൾ. അതിമനോഹരമായ കാഴ്ച. നാളെയുടെ പ്രതീക്ഷയായി നെൽക്കതിരുകൾ ഇളം കാറ്റിൽ ആടി നിൽക്കുകയാണ്. ഞങ്ങളുടെ യാത്രക്കിടയിൽ ഈ പാടമധ്യത്തിൽ അല്പനേരം നിർത്തി ഈ കാഴ്ചകൾ നിങ്ങൾക്കു വേണ്ടി പകർത്തുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ വാഹനത്തിലാണ് ഇന്ന് സൈലേജ് എടുക്കാൻ വേണ്ടി യാത്ര തുടങ്ങിയത്. ഉദയസൂര്യൻ്റെ പൊൻകിരണമേറ്റ് പാതി വിളഞ്ഞ നെൽപ്പാടം സ്വർണശോഭയോടെ തിളങ്ങി നിൽക്കുകയാണ് പ്രകൃതി. നമുക്കായി ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ കാഴ്ച. അകലെ തെങ്ങിൻ തോപ്പുകൾ അതിർവരമ്പായി നിൽക്കുന്ന ഈ കാഴ്ച മനസ്സിന് കുളിരേകുന്നതാണ്. പ്രകൃതി അതിൻ്റെ മായക്കൂട്ടിൽ നമുക്കായി എന്തൊക്കെ കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ചിത്രകാരൻ തൻ്റെ ക്യാൻവാസിൽ ചായക്കൂട്ടുകൾ കൊണ്ട് അതിമനോഹരമായി വരച്ചെടുത്ത ഒരു ചിത്രം പോലെ ഈ കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ പതിയുന്നു. ഏക്കർ കണക്കിനോളം സ്ഥലത്ത് നീണ്ടു കിടക്കുന്ന പാടത്തിൻ്റെ നടുവിലൂടെ ഒരു വഴി. അതിലൂടെയാണ് നമ്മുടെ യാത്രയും. ഈ കാണുന്നതാണ് ചേഗാടി പാലം. കുറുവ ദ്വീപിൽ നിന്നും ഒഴുകി വരുന്ന ജലം ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പാലം വരുന്നതിനു മുമ്പ് ചങ്ങാടത്തിലൂടെയാണ് അക്കരെ ഇക്കരെ വാഹനം കടത്തിയിരുന്നത്. അതും ഒരു കാലം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കർണാടക വനത്തിലെത്തിയിരിക്കുകയാണ്. പിന്നെയും കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഈ യാത്ര തുടരുമ്പോൾ അല്പദൂരത്തേക്ക് വഴി അല്പം മോശമാണ്. ഇടതുവശത്ത് കാണുന്നത് ജലാശയം. പക്ഷികൾ കൂട്ടമായി അതിനരികത്തിരിപ്പുണ്ട്. അല്പം മുന്നോട്ട് പോയപ്പോൾ മാൻകൂട്ടം. യാത്രയിൽ ഇടവിട്ടുള്ള കാഴ്ചയായിരുന്നു മാനുകൾ. വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും തെല്ല് ഭയമില്ലാതെ അവർ അവരുടെ ലോകത്ത് തുള്ളിച്ചാടി അവർ ഭക്ഷണം ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്.
അല്പം മുന്നോട്ടേക്ക് പോയപ്പോൾ അതാ കാടിൻ്റെ വന്യതയെ തന്നിലേക്ക് ആവാഹിച്ച് വളരെ ശാന്തമായി നിൽക്കുകയാണ് കരിവീരൻ. പ്രൗഢഗംഭീര്യത്തോടെ ലവലേശം കുലുങ്ങാതെ അവൻ്റെ ആ നിൽപ്പ് കാണുമ്പോൾ ആരും തന്നെ ഒന്ന് പതറിപ്പോകും. നാഗർഹോള ടൈഗർ റിസർവിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വന്നത്. അതിൻ്റെ എൻട്രിയാണ് ഇത്. വന്യമൃഗങ്ങളുടെ സുരക്ഷയ്ക്കും വാഹനത്തിൽ പോകുന്ന യാത്രക്കാരുടെ സുരക്ഷയ്ക്കുമായി ഇതിലൂടെയുള്ള രാത്രിയാത്ര നിരോധിച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ കണ്ട ആ ഗേറ്റ് അതിൻ്റെ ഭാഗമായി രാത്രിയിൽ അടച്ചിടും. ഇനിയുള്ള യാത്ര കർണാടകയുടെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചാണ്. വിശാലമായ കൃഷിയിടങ്ങൾ, പ്രാചീനമെന്ന് തോന്നിക്കുന്ന നിർമ്മിതികൾ, വീടുകൾ, കടകൾ. ഇതുവഴി യാത്ര തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, സാമൂഹിക സാംസ്കാരിക ചിന്തകളിലും ജീവിത രീതികളിലും നാം മലയാളികൾ ഒത്തിരി മുൻപന്തിയിലാണ് എന്നതിൽ സംശയമില്ല. കണ്ണെത്താ ദൂരം വരെ എല്ലായിടത്തും കൃഷിയിടങ്ങളാണ്. ചോളം, പരുത്തി, ഇഞ്ചി, കരിമ്പ് തുടങ്ങിയ നിരവധി കൃഷിപ്പാടങ്ങൾ കാണുവാനിടയായി. ഇവരുടെ കൃഷി വളരെ ശാസ്ത്രീയമാണ്. ചിത്രകാരൻ്റെ ക്യാൻവാസിലെ ചിത്രം പോലെ അതിമനോഹരമാണ് ഇവിടുത്തെ കൃഷിരീതികൾ. നിരയും വരിയും ഒപ്പിച്ച് അടുക്കും ചിട്ടയിലുമുള്ള ഈ കൃഷി കാണാൻ എന്തൊരു ചന്തമാണെന്നോ. പ്രഭാതത്തിലെ ഈ കാഴ്ചകൾ മനസ്സിന് കുളിരേകുമ്പോൾ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാതിരിക്കാൻ ചായ കുടിക്കാൻ തീരുമാനിച്ചു. വണ്ടി ഒതുക്കിയപ്പോൾ കണ്ടതോ, ദേ ഒരാൾ ലവലേശം കൂസില്ലാതെ നിന്നു മേയുകയാണ്. ഇവിടുത്തെ നാടൻ ഇനത്തിലുള്ള പശുക്കിടാവാണ്. നമ്മുടെ പശുക്കളെ വെച്ച് നോക്കുമ്പോൾ രൂപത്തിലും ഭാവത്തിലും പ്രകടമായ വ്യത്യാസം തന്നെ ഇവരിൽ കാണാൻ സാധിക്കും. കുറച്ചു നേരമായപ്പോൾ എന്തോ ഇതത്ര പന്തിയല്ലോ എന്ന ഭാവത്തിൽ ആള് മെല്ലെ തിരിഞ്ഞു. പിന്നെ ഞാനും അവളെ ശല്യപ്പെടുത്താൻ നിന്നില്ല. ഈ കാണുന്ന കൊച്ചു കടയിൽ നിന്നാണ് ഞങ്ങളുടെ പ്രാതൽ.
പ്രഭാത ഭക്ഷണമായി പൂരിയും ബാജിയും കഴിച്ച് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. യാത്രയിലെ ഏറ്റവും സ്പെഷ്യലായ ഒരു കാഴ്ച, നമ്മുടെ നാട്ടിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ കാഴ്ച. ഭൂമിയെ ഇതുപോലെ തൊട്ടറിയുന്ന കർഷകനോളം വരില്ല വേറെ ആരും. മണ്ണിനെ കാളയെ കൊണ്ട് ഉഴുത് ഭൂമിയിൽ പൊന്നു വിളയിക്കുന്ന കർഷകൻ. അല്പസമയം ആ കാഴ്ച കണ്ടങ്ങനെ നിന്നു. അല്പദൂരം മുന്നോട്ട് പോയപ്പോൾ കാളകളെയും ആട്ടിൻകുട്ടികളെയൊക്കെയായി കർഷകർ പോകുന്ന കാഴ്ച കണ്ടു. കൃഷിയെ സ്നേഹിക്കുന്ന ആർക്കും സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് ഇവയൊക്കെ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ സൈലേജ് നിർമ്മാണ യൂണിറ്റിൽ എത്തി. എന്താണ് സൈലേജ് എന്ന് പല കൂട്ടുകാർക്കും അറിയില്ലായിരിക്കും. കാരണം കന്നുകാലികളെ വളർത്തുന്നവർക്കാണ് ഇതുകൊണ്ട് ആവശ്യം. ഈ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഈർപ്പം തട്ടാതെ വായു കടക്കാതെ പുല്ലോ ചോളത്തണ്ടോ അരിഞ്ഞ് അറകളിലോ അല്ലെങ്കിൽ ചാക്കുകളിലോ ആക്കി സൂക്ഷിച്ചു വെച്ച് പിന്നീട് കന്നുകാലികൾക്ക് കൊടുക്കുന്ന തീറ്റ വസ്തുവിനെയാണ് സൈലേജ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ വന്നപ്പോൾ തൊഴിലാളികളൊക്കെ സൈലേജ് ചാക്കിൽ നിറയ്ക്കുന്ന ഭാഗമാണ് കണ്ടത്. ഒരു ഭാഗത്ത് ചാക്കുകളിൽ നിറച്ചതും മറ്റൊരിടത്ത് നിറച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു ഭാഗത്ത് അരിഞ്ഞ് കൂനയായി വച്ചിരിക്കുന്ന ചോളത്തണ്ടു. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോളം തണ്ടുകൾ അരിഞ്ഞിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഈ സംരംഭത്തിൻ്റെ നടത്തിപ്പുകാരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഹലോ, എൻ്റെ പേര് അഷ്കറാണ്. ഇത് വന്നിട്ട് അൻപോസ്റ്റ് എരളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കമ്പനി ഉള്ളത്. ഈ കമ്പനി പേര് ഗ്രീൻ ഫാമാണ്. പിന്നെ അതേപോലെ ചോളം ഷൈലേജിൻ്റെ പരിപാടിയാണ്. അതേപോലെ നല്ല കാര്യങ്ങൾ, നല്ല ഇതാണ്, പാല് വർധനങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതേപോലെ ഷൈലേജ്, ഇതേപോലെ ചോളം ഇതാണ് പാക്ക് ചെയ്യുന്നത്. ഇതാണ് നല്ല ഗുഡ്, നല്ലതായിട്ട് നല്ലതായി വരുന്നുണ്ട്. പാലും കാര്യങ്ങളും എല്ലാമായിട്ട് നല്ലൊരു പ്രൊഫഷനാണ് ഗ്രീൻ ഫാമിൻ്റെ. അതേപോലെ ചോളത്തിൻ്റെ എല്ലാ ഇതാണ് നമ്മൾ ക്വാളിറ്റി വരുന്നത്. നല്ല ഒരു ശരീരത്തിന് പാൽ ഉത്പാദനങ്ങൾ കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. നോക്കിക്കോളും. അതേപോലെ നമ്മൾ കർണാടക, കേരള മാത്രമാണ് സെയിൽ കൊടുക്കുന്നത്. നല്ലൊരു ഫർമസാണ്. നിങ്ങൾ വന്നോളൂ. സാധനം എത്ര ആണെങ്കിലും 2-3 ദിവസം മുന്നേ കോൺടാക്ട് ചെയ്യുക. നമ്മൾ സാധനം ചെയ്തു തരുന്നതാണ്. ഇതാണ് ചാക്കിൻ്റെ ക്വാളിറ്റി. പ്ലാസ്റ്റിക്കാണ് ഉള്ളിൽ വരുന്നത്. അതേപോലെ ചാക്കുമാണ്. അതേപോലെ ഈ ഷൈലേജ് നിറച്ച് കഴിഞ്ഞാൽ 6 മാസം വരെ ഇതിൻ്റെ ഇത് വന്ന് ഒരു നല്ല ഒരു സെറ്റാണ് വരുന്നത്. 6 മാസം വരെ ഒരു കുഴപ്പമില്ല. അതേപോലെ CO3 പുല്ലോ അതുപോലെ ചോളം കൊടുക്കുന്നതിനേക്കാളും നല്ലൊരു ഷൈലേജ് കൊടുത്തു കഴിഞ്ഞാൽ പാല് നല്ല ഉത്പാദനമുണ്ട്. നല്ല ഒരു ഇതാണ് കിട്ടുന്നത്. അതേപോലെ ഇവിടെ കുറേ കസ്റ്റമർ വരുന്നതാണ്. നമുക്ക് കൊടുക്കാനും കഴിയുന്നില്ല. 2-3 ദിവസം മുന്നേ ഓർഡർ തരുവാണെങ്കിൽ നിങ്ങളത് നോക്കി ഒരുപാട് വണ്ടികൾ എല്ലാം കയറ്റി പോവാണ്. അതുകൊണ്ട് നിങ്ങൾ 2-3 ദിവസം മുന്നേ പറഞ്ഞാൽ മാത്രമേ ഇവിടെ സ്റ്റോക്ക് ഉണ്ടാകത്തുള്ളൂ. എൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് ഇടാം. സ്റ്റോക്കാക്കി തരുന്നതാണ്.
ನನ್ನ ಹೆಸರು ರಘು ಅಂತ. ಈ ಸ್ಪಾಟ್ ಬಂದು ಯರಳ್ಳಿ ಹ್ಯಾಂಡ್ಪೋರ್ಟ್ HP ರೋಡಲ್ಲಿರೋದು. ಈ ಸೈಲೇಜ್ ಫ್ಯಾಕ್ಟ್ರಿನ ಓಪನ್ ಮಾಡಿದ್ದೀವಿ. ಬನ್ನಿ ತೋರಿಸ್ತೀನಿ. ಈ ಹುಲ್ಲನ್ನ ಆ ಮಿಷಿನಲ್ಲಿ ಕಟಿಂಗ್ ಮಾಡಿ ಈ ಥರ ಪೌಡ್ರ್ ಮಾಡಿ ನಾವು ಈ ಥರ ಬ್ಯಾಗ್ ಮಾಡ್ತೀವಿ. ಬ್ಯಾಗ್ ಮಾಡಿ ಅಲ್ಲಿಂದ ಹೇರ್ ಕಂಪ್ರೆಸರು, ಆ ಮಿಷಿನ್ ಏರ್ ಕಂಪ್ರೆಸರಲ್ಲಿ ಪ್ಯಾಕಿಂಗ್ ಮಾಡಿ ಇದನ್ನು ಸ್ಟಿಚ್ ಮಾಡಿ ಟ್ಯಾಗ್ ಹಾಕಿ ಮೇಲ್ಗಡೆ ಸ್ಟಿಚ್ ಮಾಡಿ ಡಬಲ್ ಕೋಟಿಂಗ್ ಮಾಡ್ತೀವಿ. ಒಳ್ಳೆ ರೆಸ್ಪಾನ್ಸ್ ಐತೆ. ನಾವು ಈ ಥರ ಜೋಳನ ತಗೊಂಬಂದು ಬಿಡು ತೋರಿಸ್ತೀನಿ. ನಾವು ಈ ಥರ ಜೋಳ ತಗೊಬಂದು ಈ ಥರ ಮೂತೆ ಈ ಥರ ಇರ್ತದೆ. ಈ ಥರ ಮೂತೆ ಇರ್ತದೆ. ಇದನ್ನು ಈ ಮಿಷಿನಲ್ಲಿ ಕಟಿಂಗ್ ಮಾಡಿ ಫುಲ್ಲು ಈ ಥರ ಮಿಷಿನಲ್ಲಿ ಕಟಿಂಗ್ ಮಾಡಿ ಅದು ಪೌಡ್ರ್ ಮಾಡ್ತೀವಿ. ಈ ಥರ ಪೌಡ್ರ್ ಮಾಡಿ ಅದು ಏರ್ ಕಂಪ್ರೆಸರ್ ಮಿಷಿನ್ ಮಾಡಿ ಒಳ್ಳೆ ಪ್ರಾಡಕ್ಟ್ ನಡೀತಾ ಇದೆ. ಆರ್ಡ್ರಿರೋರು 3 ದಿನ ಮುಂಚಿತವಾಗಿ ಕಾಂಟ್ಯಾಕ್ಟ್ ಮಾಡ್ಕೊಂಡು ಬರಬೇಕು. ಇಲ್ಲಾಂದರೆ ಈ ಸೈಲೇಜು ಸಿಗೋದು ಡೌಟ್. ಹಾಂ, ചാക്കിൽ നിറച്ചു വെച്ചിരിക്കുന്ന സൈലേജ് 50 കിലോയുടെയും 40 കിലോയുടെയും തൂക്കം കൃത്യമാക്കി അതിനുശേഷം കംപ്രസർ ഉപയോഗിച്ച് അതിൻ്റെ അകത്തുള്ള വായു പുറത്ത് കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ടൈറ്റായി കെട്ടി ചാക്കിൻ്റെ മുകൾ ഭാഗം തയ്ച്ച് എടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെയാണ് ഇത് കർഷകരിൽ എത്തുന്നത്. ചോളത്തിൻ്റെ ലഭ്യതയനുസരിച്ച് ഓരോ സമയത്തും സൈലേജിന് വില വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഇതിൻ്റെ വില വിവരങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. സൈലേജ് ആവശ്യമുള്ളവരോ ഇതേപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരോ ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന അവരുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഞങ്ങൾക്ക് ആവശ്യമായ സൈലേജുകൾ വാങ്ങി തിരിച്ച് യാത്ര പുറപ്പെട്ടു. ഇത് ബീച്ചനഹള്ളി ഡാമിൻ്റെ ഒരു ഭാഗമാണ്. കർണാടകയിലെ കാർഷിക ആവശ്യങ്ങൾക്കായി കേരളത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന കബനിപ്പുഴയെ ഈ ഡാമിൽ സംഭരിച്ചാണ് അവർ തങ്ങളുടെ കാർഷിക സമൃദ്ധിയിലേക്ക് വളരുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ സെറാസ് ലിറ്റിൽ വേൾഡ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും
അതിന് തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.